നമുക്കിവിടെ കടന്നു വരുമ്പോൾ നമ്മൾ ബഹുമാന്യരായിട്ടാണ് അമ്മ കാണുന്നത്, വിലപ്പെട്ടവരായിട്ടാണ് കാണുന്നത്. മറ്റുള്ളവരുടെ കയ്യിലും മറ്റുള്ളവരുടെ മുമ്പിൽ താഴാൻ നമ്മുടെ അമ്മ അനുവദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ധൈര്യത്തോടെ എന്തൊക്കെ ലയബിലിറ്റീസ് ഉള്ള ആൾക്കാരാണെങ്കിലും അമ്മയുടെ അടുത്ത് സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ കടന്നു വന്ന ഓരോ വ്യക്തികളിലും പരിശുദ്ധ അമ്മേനെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിച്ച് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞ പോലെ 19:27 ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ ആ അമ്മയെ സ്വഭാവനത്തിൽ അന്ന് മുതൽ അശിഷൻ സ്വീകരിച്ചു എന്നാണ്. ആ അമ്മയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളുമായിട്ട് വരട്ടെ. എല്ലാ കുഞ്ഞുമക്കളും അതുപോലെ തന്നെ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നല്ല എൻ്റെ കൃപാസനം കുടുംബത്തിലേക്ക് എന്നെ കൈപ്പിടിച്ചു ഉയർത്തി വന്ന എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഒരുപാട് നന്ദി. ലോർഡ്, എൻ്റെ പേര് ഡോക്ടർ ശീതൾ. ഞാൻ മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് December 3, 2018 എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അമ്മ ഇപ്പം എൻ്റെ ഒപ്പം ഇല്ല. പക്ഷെ അമ്മ പോകുന്നതിനെക്കാട്ടി മുമ്പ് എൻ്റെ ഡാഡി മരിച്ചു, നേരത്തെ മരിച്ചതാണ്. ഷി വാസ് എ ഡോക്ടർ. അമ്മയും മരിച്ചു 2019. പക്ഷേ പോകുന്നതിനായിട്ട് മുമ്പ് അമ്മ കൃപാസനത്തിലേക്ക് എന്നെ കൊണ്ടുവന്നു. എൻ്റെ അമ്മയായിട്ട് പരിശുദ്ധ അമ്മയെ തന്നു. ഞാനിന്ന് December 7 ഇവിടെ നിൽക്കുന്നത് എൻ്റെ ഈശോയുടെയും എൻ്റെ അമ്മയുടെയും നടുക്കാണ്. ഐ എം നോട്ട് സാഡ് ബിക്കോസ് ഐ ലോസ്റ്റ് മൈ പാരൻസ്. മൈ ഗോഡ് വാസ് ഓൾവേസ് വിത്ത് മീ. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ഹസ്ബൻഡ്, ഹിസ് നെയിം ഇസ് ഡോക്ടർ സജിത് എബ്രഹാം. അദ്ദേഹം യൂണിവേഴ്സിറ്റി, സൗദിയിലെ യൂണിവേഴ്സിറ്റി കിങ് ഫൈസൽ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്, അസിസ്റ്റൻറ്റ് പ്രൊഫസറായി വർക്ക് ചെയ്യാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പെഡോണ്ടിക്സിൽ. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് 4 years മുമ്പാണ് സെലക്ഷൻ കിട്ടി സൈറ്റ് പോകുന്നത്. അതിനുശേഷം ഇപ്പോൾ അവിടെ ഒരു റൂള് പാസ്സാവുന്നു ദാറ്റ് എവറിബഡി ഹാസ് ടു റൈറ്റ് സൗദി ലൈസൻസ് എക്സാം. അത് സ്പെഷ്യലൈസേഷൻ എക്സാമാണ്. ഇറ്റ് ഈസ് നോട്ട് ഈസി. കാരണം സൈത്തിൻ്റെ ഏജ് 46-47 years ആണ്. ആൻഡ് അറ്റ് ദിസ് ഏജ് വീണ്ടും അതിന് പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് എല്ലാവരും അവിടെ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള ന്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സജിത്ത് അത് രജിസ്റ്റർ ചെയ്തു. എന്തുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്തതെന്ന് ആർക്കും അറിയില്ല. ഹി പെയ്ഡ് ദ ക്യാഷ്. അപ്പോൾ വിത്തിൻ 1 year നമുക്ക് ആ എക്സാം കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പം ഞാനിവിടെ ഉടമ്പടി എടുത്ത് ജീവിതം വളരെ അമ്മ എന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നും ഉടമ്പടിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞ് സൈത്ത് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ഹി കുഡൻറ്റ് ക്ലിയർ. സെക്കൻഡ് അറ്റംപ്റ്റ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ട് എൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് വന്നു. എൻ്റെ അച്ഛൻ നമ്മുടെ ഇവിടുത്തെ ജോസഫ് അച്ഛൻ ബ്ലെസ് ചെയ്ത് ലോക്കറ്റ് കൊടുത്തു. അപ്പോൾ ആദ്യം പരിശുദ്ധ അമ്മയുടെ അടുത്തുള്ള സ്നേഹം അങ്ങനെയൊന്നും അറിയില്ല ചേക്ക. അപ്പോൾ അത്രയും പ്രാർത്ഥനയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് അറ്റംപ്റ്റ് ഹി കുഡൻറ്റ് ക്ലിയർ. ഹി ലോസ്റ്റ് ഫോർ 2 marks, ജസ്റ്റ് 2 marks. അപ്പോൾ ഹി സെഡ് ഞാൻ 3ാമത്തെ അറ്റംപ്റ്റ് എഴുതുന്നില്ല, ഇറ്റ്സ് ഫൈൻ, കുഴപ്പമില്ല. അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാനിങ്ങനെ നമ്മുടെ ഓരോ ഉടമ്പടി ധ്യാനങ്ങളും ചൊവ്വാഴ്ചയിലെ ധ്യാനങ്ങളും അച്ഛൻ പറയുന്ന എല്ലാത്തിലും ഓരോ പോയിൻ്റ് ഒളിഞ്ഞെടുക്കും. എപ്പോഴും ദർ വിൽ ബി സംതിങ് വിച്ച് ഹി ഗിവ്സ് ടു എവറി സോൾ ഹിയർ. ഇന്ന് ഭയങ്കര ഗ്രേഷ്യസ് ഡേ ആണ് ടു കം ആൻഡ് സ്റ്റാൻഡ് ഹിയർ. ഇവിടെ വന്ന എല്ലാവരും മാതാവ് ഗിഫ്റ്റ് തന്നിട്ടാണ് വിടുക. ഐ എം ഷുവർ ഓഫ് ഇറ്റ്. ബിക്കോസ് ഇവിടെ വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോരുക്കും ഒരു മിഷനുണ്ട്, മെറിയൻ മിഷൻ. മദേഴ്സ്, കൂടുതൽ സ്ത്രീകളാണ് കടന്നു വന്നിരിക്കുന്നത്. പുരുഷന്മാർ കുറവാണെങ്കിലും സ്ത്രീകൾക്ക് യു ഹാവ് എ ഗ്രേറ്റ് മിഷൻ ടു ഗിവ് അമ്മ ടു എവറിബഡി. ആൻഡ് ഐ തിങ്ക് വി ആർ ഓൾ കോൾഡ് ഫോർ ദാറ്റ് ബിക്കോസ് ഷീ ഈസ് മദർ ഓഫ് ഗ്രേസ് ആൻഡ് സോ യു ഹാവ് ടു സ്പ്രെഡ് ഹർ മിഷൻ. അത് കഴിഞ്ഞ് സെക്കൻഡ് അറ്റംപ്റ്റ് ഫെയിൽ ചെയ്തപ്പോൾ ഹി സെഡ് ഞാൻ എഴുതുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മയുടെ ലോക്കറ്റ് ഞാൻ കാണുമ്പോൾ സൈത്തിൻ്റെ അച്ഛൻ കൊടുത്ത ലോക്കറ്റ് ഞാൻ വിചാരിച്ചു എടുത്ത് വെച്ചിട്ടുണ്ടാവില്ല എന്ന്. ബട്ട് ഹീ ഹാസ് പുട്ട് ഇറ്റ് ഇൻ എസ് ചെയിനിലിട്ടേക്കുക ലോക്കറ്റ്. എന്നിട്ട് എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുക. അപ്പം ഞാൻ നാട്ടിലാണ്, ഹസ്ബൻഡ് വെളിയിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥന ചൊല്ലാൻ പറ്റില്ലായിരുന്നു. ഇവിടെ ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ സാക്ഷ്യം പറയുന്ന ഓരോ സാക്ഷ്യത്തിലും ഒരു മെസ്സേജ് ഇരിക്കും. അപ്പോൾ ദാറ്റ് മെസ്സേജ് ഇറ്റ് വാസ് ടെല്ലിങ് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ഒരുമിച്ച് ഭാര്യയും ഭർത്താവിനും ചെല്ലാൻ പറ്റി. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്കും ഇപ്പോൾ സൗദിയിലേക്ക് ഞാൻ പോകുമ്പോൾ എനിക്ക് ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന ചെല്ലാൻ അനുവദിക്കണേ. വി പ്രേഡ്. ആക്ച്വലി ഞാൻ 20 days അവിടെ ഉണ്ടായിരുന്നുള്ളൂ. 20 days ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ അച്ഛൻ്റെ നമ്മുടെ ഉടമ്പടി ഞാൻ ഒരിക്കലും മറക്കാറില്ല. ബിക്കോസ് ഐ ലൈക്ക് കൃപാസനമല്ലോ, അതെൻ്റെ അമ്മയുടെ വീടാണ്. സോ ഇവിടുത്തെ ഓരോ മെമ്പേഴ്സും എനിക്ക് ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ടാണ്. അവർക്ക് തന്നെ അറിയണ്ടാവില്ല, പക്ഷേ എനിക്ക് അവർ ഭയങ്കര ഇഷ്ടമാണ്. ദെൻ അത് കഴിഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു.
അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ നവംബർ 2 ഞാൻ സൗദിയിലേക്ക് പോണേ. ഒക്ടോബർ 28 നമ്മുടെ കൃപാസന റാലിയിൽ, ജമാല റാലിയിൽ പങ്കെടുത്തു. അപ്പോൾ പലരും വീട്ടിൽ നിന്ന് പറഞ്ഞു, ഇങ്ങനെ 1 കിലോമീറ്റർ പോലും ഞാൻ നടക്കാറില്ല, ആളെങ്ങനെ 20 കിലോമീറ്റർ നടന്നിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞ് സൗദിയിലേക്ക് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞു, ഉടമ്പടി എടുത്ത് എല്ലാവരും റാലിയിൽ പങ്കെടുക്കണം. അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദർ ഇസ് നോ വേർഡ്. ഞാൻ എന്തായാലും വന്നു. എൻ്റെ കൂടെ ശാന്ത ചേച്ചിയും മറ്റൊരു ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ വയസ്സായ ആൾക്കാരൊക്കെ നല്ല മിടുക്കരായിട്ട് നടക്കുക. എനിക്കാണെങ്കിൽ അർത്ഥങ്ങൾ എത്തുന്നതിനെക്കാട്ടി മുമ്പ് ഭയങ്കര പെയിനായിരുന്നു കാലിന്, ആങ്കിൾസൊക്കെ ഭയങ്കര പെയിൻ. അപ്പോൾ വെച്ചാൽ മാതാവി എനിക്ക് മാത്രമാണല്ലോ ഈ പെയിൻ വരണേന്ന് പറഞ്ഞിട്ട് ഞാൻ പള്ളിയിലെത്തി കഴിഞ്ഞ് നമ്മുടെ അവിടെ എത്തണ വരെ 33 ജമാല എനിക്ക് ചെല്ലാൻ അമ്മ അനുവദിച്ചു. അതുപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മയോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഒരുപാട് രോഗികൾ മാധ്യസ്ഥം പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിച്ചു. അവരെയൊന്നും ഞാൻ അറിയുന്നവരല്ല, അവരൊക്കെ ഗെറ്റിംഗ് ലിങ്ക് ടു അസ്. അച്ഛൻ പറയുന്ന പോലെ അമ്മ ലിങ്ക് ചെയ്യിപ്പിക്കും. ആ സമയത്ത് അമ്മേനെ അവിടെ എത്തിക്കാൻ നമ്മുടെ മിഷൻ അതാണ്. അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഓരോ കുടുംബത്തെയും അമ്മയുടെ അടുത്തേക്ക് എത്തിക്കും. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അങ്ങനെ അവിടെ എത്തി 28 നമ്മുടെ ജമാല റാലിയിൽ പങ്കെടുത്തു. അവിടെ ചെന്നപ്പോൾ ലൂർദ് മാതാവിൻ്റെ, സുന്ദരി മാതാവെന്നാണ് ഇവിടെ കൃപാസനത്തിൽ എല്ലാവരും മാതാവിനെ വിളിക്കണേ. ഷീസ് ലൈക്ക് മൈ മദർ. ആ രൂപത്തിൻ്റെ അവിടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് ദൈവാനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെ കാല് പിടിച്ച് നന്ദി പറഞ്ഞ് കുർബാനയിൽ പ്രാർത്ഥിച്ചു. കുർബാന ഭയങ്കര ബ്യൂട്ടിഫുൾ ഹോളി മാസമായിരുന്നു. നമ്മുടെ ബിഷപ്പ് വന്നിട്ട് ആൻഡ് ഇൻ ദാറ്റ് അച്ഛനെ കണ്ടു, അലക്സ് അച്ഛനെ കണ്ടു, പ്രൊഫസർ, ഇവരെല്ലാവരും ഫാമിലി പോലെയാണ്. അലീലി ചേച്ചിയും വിജയകുമാർ ബ്രദർ എല്ലാവരും. അപ്പോൾ അവിടെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഒരു നമ്പർ കാണിക്കുകയാണ് 67. ആൻഡ് ഓൾസോ എനിക്ക് വചനം കാണിച്ചു തന്നു, യോഹന്നാൻ 16:14. സോ എനിക്കറിയില്ല വചനം എന്താണെന്ന്. അപ്പോൾ ആ വചനം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കൂടുതൽ വചനം പഠിക്കുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര തേൻ പോലെയാണ് എനിക്ക് വചനം പഠിക്കാൻ. ഞാൻ പഠിച്ച സാധനങ്ങളെക്കാളൊക്കെ ഞാൻ കൂടുതൽ ഞാൻ തീക്ഷ്ണതയോടെ ഈശോയുടെ വചനം പഠിക്കാൻ തുടങ്ങും. അപ്പോൾ 16:14 നോക്കിയപ്പോൾ ഇങ്ങനെയായിരുന്നു, അവൻ എന്നിൽ നിന്ന് സ്വീകരിച്ച് നിന്നോട് പ്രഖ്യാപിക്കും, അവൻ എന്നെ മഹത്വപ്പെടുത്തും എന്നാണ്. അപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിക്കുന്നു. ഞാൻ അത് കഴിഞ്ഞ് 2 ഡേയ്സൊക്കെ എനിക്ക് പെയിനൊക്കെ പെട്ടെന്ന് നല്ല പെയിൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം എനിക്ക് നടക്കാൻ പോലും പറ്റില്ല, നീരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വിത്തിൻ 2 ഡേയ്സ് ഗോട്ട് സോൾവ്. ഞാനൊരു കുഴപ്പമില്ലാണ്ട് പോയി. അവിടെ പ്രാർത്ഥിച്ചു, ഹസ്ബൻഡിൻ്റെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. എന്നേക്കാൾ കൂടുതൽ തീക്ഷ്ണതയോടെ സഹിതം പ്രാർത്ഥിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കഴിഞ്ഞ് ഉടമ്പടി പുതുക്കേണ്ട സമയം വന്നു. അത് 6ാമത്തെ തവണയാണ് ഞാൻ പുതുക്കുന്നത്. ഞാൻ ഉടമ്പടിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. കാരണം അത് എൻ്റെ ജീവിതം തന്നെ മാറ്റി നടത്തിയ ഒരു പ്രാർത്ഥനാ രൂപമാണ്. വാഗ്ദാനത്തിൻ്റെ പരിശുദ്ധ മക്കളായി നമ്മളെ വളർത്തുന്ന പരിശുദ്ധ അമ്മയുടെ പൊന്നു മക്കളായി വളർത്തുകയാണ് അമ്മ. അപ്പോൾ എനിക്കതൊരു ഇറ്റ് വാസ് സംതിങ് വിച്ച് വാസ് ഗിവിങ് മീ മോർ എനർജി ടു ലിവ് ആൻഡ് ടു ലീഡ് മെനി പീപ്പിൾ ടു അമ്മ. അങ്ങനെ ഇവിടെ വന്നു. അച്ഛൻ ഉടമ്പടി പുതുക്കേണ്ട സമയമായപ്പോൾ 24-ാം തീയതിയാണ് പുതുക്കണം. ഞാൻ ഫ്ലൈറ്റിൽ വന്നത് 25-ാണ്. 26th മോർണിംഗ് പോണ വഴി ഇവിടെ പ്രാർത്ഥിച്ചിട്ട് മണ്ണിൽ തൊട്ട് നന്ദി പറഞ്ഞു. ഞങ്ങൾ 2 പേരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ കുർബാന നടത്തുകയാണ്. 26th ഞാനിവിടെ വന്ന് പുതുക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, വേറൊരു ഫേവറും കൂടി എനിക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അമ്മ വഴി എനിക്ക് വേറൊരു വലിയ അനുഗ്രഹം, അത് ഇത് കഴിഞ്ഞിട്ടേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ എഴുതി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രദർ നീ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ പറയുന്നില്ല. 28th എൻ്റെ ഹസ്ബൻഡ് എക്സാം ഉണ്ട്, അത് പാസ്സാവും. എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ സാക്ഷ്യം ഞങ്ങൾ ഒരുമിച്ച് വന്ന് ഇവിടെ നിന്ന് പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നവന്. ഞാൻ വിചാരിച്ചു 7th മൈ ഹസ്ബൻഡ് 5 ഡേയ്സിനാണ് വന്നത്. 2nd ആയപ്പോൾ ഹി ലെഫ്റ്റ്. 4th റിസൾട്ട് വന്നു, ഹി പാസ്ഡ് വിത്ത് 66 മാർക്സ്. അപ്പം 67 ഉള്ളിലുള്ള മാർക്കാണ് അമ്മ എനിക്ക് കാണിച്ചു തന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഈ 67 കാണിച്ചപ്പോഴും ഞാൻ വിചാരിച്ചു അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയായിരിക്കും അമ്മ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം എടുത്ത് പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ എനിക്കറിയുന്ന എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ 67 പകരം ഞാൻ 100ഉം 112 എടുത്തു കൊടുത്തത്. ജമാല റാലിയിലുള്ള ആൾക്കാർക്കും കൊടുത്തു. ആദ്യം പലരും എന്നോട് പറഞ്ഞു, ഇപ്പോൾ കൊടുത്ത ചില ആൾക്കാരൊന്നും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ, എൻ്റെ ഈശോനെ അറിയിക്കാനല്ലേ ഞാൻ പറഞ്ഞു. കൊടുത്ത ആൾക്കാർ മുഴുവൻ വീണ്ടും 2, 3, 4 ഒക്കെയാണ് ചോദിക്കുന്നത് നമ്മുടെ അടുത്തുനിന്ന്. ദി വോണ്ട് മോർ ആൻഡ് മോർ. ഇപ്പോൾ വളരെ സന്തോഷത്തോടെ അത് കൊടുത്തു. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പാസ്സായെന്നുള്ള റിസൾട്ട് അച്ഛനെ കാണിച്ചിട്ടുണ്ട്.
ദൈവത്തിൻ്റെ വലിയ കൃപ, ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന് ദൈവം കാണിച്ചു തന്നു. ഇന്ന് ഡിസംബർ 7-ാം തീയതി ആദ്യത്തെ സാക്ഷിയായിട്ട് എൻ്റെ അമ്മ എന്നെ ഇവിടെ നിർത്തിയത് എൻ്റെ അമ്മയുടെ വലിയ സ്നേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഐ ഡോണ്ട് നോ ഹൗ ടു സേ. ഇപ്പം ഇന്നലെ ഇങ്ങോട്ട് വരാൻ തുടങ്ങി ഞാൻ ഫുൾ ടൈം പ്രാർത്ഥനയിലായിരുന്നു. അപ്പോൾ അമ്മ കാണിച്ചു തന്നത് ഇങ്ങനെയാണ്, എനിക്കറിയില്ല എന്ന് നിങ്ങളോട് പറയാനായിരിക്കും. ഈശോയുടെ അമ്മ എൻ്റെ അമ്മ എന്നുള്ളത് പറയാൻ, ഒരുപാട് ആയിരങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് അമ്മ, കൃപാസന അമ്മ നമുക്ക് വാഗ്ദാനങ്ങളുടെ മക്കളായി നമ്മളെ മാറ്റുകയാണ് ഈ നിമിഷം എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ വേറൊരു സാക്ഷിയുള്ളത്, എൻ്റെ അമ്മ മരിക്കണേക്കാട്ടി മുമ്പ് ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തിയിരുന്നു. ഫോർ വാട്ട് റീസൺസ് ഐ ഡോണ്ട് നോ ക്ലിയർലി, ബട്ട് ഐ വാസ് നോട്ട് ഇൻ പേഴ്സൺ റെസ്പോൺസിബിൾ. പക്ഷേ അത് പിന്നീട് കംപ്ലീറ്റ് ചെയ്യാൻ രീതിയിൽ ഹാഫാക്കി കുറയ്ക്കാൻ പറ്റിയിരുന്നു മമ്മിക്ക്. പിന്നീട് അമ്മയ്ക്ക് സിറോസിസും ഹോസ്പിറ്റലൈസേഷനും വീട്ടിൽ പല പ്രശ്നങ്ങളായിട്ട് മമ്മിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് ഭയങ്കരമായിട്ട് കയറിയിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ ഞങ്ങൾ 3 മക്കളാണ്, 2 പേര് വെളിയിലാണ്, ഞാൻ നാട്ടിലാണ്. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് ഐ ഹോൾഡ് റെസ്പോൺസിബിലിറ്റി. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഐ ഹാവ് ടു ഹോൾഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഞാൻ റെസ്പോൺസിബിളായിട്ട് സംസാരിച്ചു. അവർ പീപ്പിൾ ടെൻ ടു ഗെറ്റ് ആംഗ്രി, ദേഷ്യം വരുമല്ലോ നമ്മുടെ അടുത്ത്. ചിലപ്പോൾ നമ്മൾ പോലും അറിയാത്തൊരു കാര്യത്തിൽ നമ്മുടെ മക്കളെയൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിക്കും. അപ്പം അമ്മ എന്ന രീതിയിൽ ഞാൻ അവരോട് മക്കളെ റിലേറ്റ് ചെയ്തപ്പോൾ ഞാൻ എതിർത്ത് സംസാരിച്ചിട്ട് പിന്നെ അമ്മയുടെ രൂപത്തിൻ്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിച്ചു. അമ്മ എനിക്ക് വേണ്ടി ശക്തമായ മാധ്യസ്ഥം വയ്ക്കണം, എനിക്ക് അവരോട് ദേഷ്യ വെറുപ്പൊന്നുമില്ല, അമ്മ നെഗോഷിയേറ്റ് ചെയ്യണം, അമ്മ എൻ്റെ അടുത്ത് കയറി വന്ന് അമ്മ അത് നെഗോഷിയേറ്റ് ചെയ്യണം. ഒക്ടോബർ മാസം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ വീട്ടിൽ എല്ലാ ഒക്ടോബർ മാസത്തിലും ഒരു ദിവസം ഫുൾ ടൈം ജപമാല ഉണ്ടാവും. അങ്ങനെ 40 days ഞാൻ ഒറ്റയ്ക്കാണ് ചെല്ലുന്നത്. അങ്ങനെ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഇവിടെ റാലിയിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഒക്ടോബർ 31 അവർ നെഗോഷിയേറ്റ് ചെയ്യും കംപ്ലീറ്റ് എമൗണ്ട് മമ്മിയുടെ ആ ഒരു ഫിനാൻഷ്യൽ എന്താ പറയുന്നത് ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് തീർക്കാൻ അമ്മ അനുവദിച്ചു. ഈശോ ചെയ്തെന്ന വലിയ അനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഈശോയുടെ നാമം മാറ്റപ്പെടുത്താൻ ദൈവം തിരഞ്ഞെടുത്ത വലിയ അനുഗ്രഹത്തെ പ്രതി നന്ദി പറയുന്നു. ഇവിടെ ഞാൻ പറയുന്ന വചനം നിയമാവർത്തനം 28:12 കർത്താവ് ആകാശം അങ്ങയുടെ ദൈവം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അനേകം ജനങ്ങൾക്ക് കടം കൊടുക്കും, നിങ്ങൾക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. അമ്മ കൂടെയുള്ള ഒരു കുടുംബത്തിനും കടം മേടിക്കാൻ അമ്മ അനുവദിക്കുകയില്ല. നീ വിലപ്പെട്ടനും ബഹുമാനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായ മനുഷ്യനെയും നിന്റെ ജീവനു പകരമായ ജനതകളെയും നൽകും. യെശയ്യാ 43:4. നമുക്കിവിടെ കടന്നു വരുമ്പോൾ നമ്മൾ ബഹുമാന്യരായിട്ടാണ് അമ്മ കാണണേ, വിലപ്പെട്ടവരായിട്ടാണ് കാണണേ. മറ്റുള്ളവരുടെ കയ്യിലും മറ്റുള്ളവരുടെ മുമ്പിൽ താഴാൻ നമ്മുടെ അമ്മ അനുവദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ധൈര്യത്തോടെ എന്തൊക്കെ ലയബിലിറ്റീസ് ഉള്ള ആൾക്കാരാണെങ്കിലും അമ്മയുടെ അടുത്ത് സമർപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ കടന്നു വന്ന ഓരോ വ്യക്തികളിലും പരിശുദ്ധ അമ്മേനെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിച്ച് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞ പോലെ 19:27 ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ ആ അമ്മയെ സ്വഭവനത്തിൽ അന്ന് മുതൽ ശിഷ്യൻ സ്വീകരിച്ചു എന്നാണ്. ആ അമ്മയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളുമായിട്ട് വരട്ടെ. എല്ലാ കുഞ്ഞുമക്കളും അതുപോലെ തന്നെ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നല്ല എൻ്റെ കൃപാസനം കുടുംബത്തിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തി വന്ന എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഒരുപാട് നന്ദി.